എല്ലാവർക്കും ആത്മപ്രണാമം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ധർമ്മഗുപ് ധർമ്മകൃത് ധർമ്മീ സദസത് ക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശൂർ വിധാത കൃതലക്ഷണഃ. ഭഗവാന്റെ 475 നാമമായി പറയുന്നത് ധർമ്മകുപ്, 476 ധർമ്മകൃത്, 477 ധർമ്മി, 478 സത്ത്, 479 അസത്ത്, 480 ക്ഷരം, 481 അക്ഷരം, 482 അവിജ്ഞാത, 483 സഹസ്രാംശുഹു, 484 വിധാത, 485 കൃതലക്ഷണഃ. അപ്പോൾ 475 നാമം ധർമ്മകുപ് എന്ന് വെച്ചാൽ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ എടുത്തു വന്ന് ധർമ്മത്തെ സംരക്ഷിക്കുന്നു. അതാണ് ധർമ്മകുപ് എന്ന നാമത്തിനർത്ഥം. 476 ധർമ്മകൃത്, അതായത് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ എന്നർത്ഥം. ധർമ്മകൃത് എന്ന് വെച്ചാൽ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഓരോ അവതാരങ്ങൾ എടുത്തു വന്നിട്ട് യഥാർത്ഥത്തിൽ ധർമാധർമ്മങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ തന്നെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അതാണ് ധർമ്മകൃത് എന്ന നാമത്തിനർത്ഥം. 477 ധർമ്മി, അതായത് ധർമ്മങ്ങളെ ധരിക്കുന്നവൻ എന്നർത്ഥം. ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് അങ്ങനെ അതുകൊണ്ട് തന്നെ ഭഗവാനെ ധർമ്മി എന്ന് വിളിക്കുന്നു. അതായത് ധർമ്മങ്ങളെ ധരിക്കുന്നവൻ എന്നർത്ഥം. 478 സത്ത്, സത്തായ ഒരേ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള പരബ്രഹ്മം, അതാണ് സത്ത് എന്ന നാമം. എന്നാൽ 479 അസത്ത് എന്നാണ്, അതായത് പ്രപഞ്ചത്തിന്റെ സ്വരൂപമായിരിക്കുന്നതും ഭഗവാൻ തന്നെ, അസത്തായിരിക്കുന്നതും. സത്തായ പരബ്രഹ്മമായിരിക്കുന്നതും ഭഗവാൻ, അസത്തായ പ്രപഞ്ച സ്വരൂപമായിരിക്കുന്നതും അതേ ഭഗവാൻ തന്നെ. 480 നാമം ക്ഷരം. ക്ഷരം എന്നാൽ നശിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ രൂപത്തിലും നാം കാണുന്നത് ആ ഭഗവാനെയാണ്. അങ്ങനെ സകല ഭൂതസ്വരൂപൻ, സകല ഭൗതികമായ സ്വരൂപത്തോടു കൂടിയ അവയെല്ലാം നശിക്കുന്നതാണ്. അങ്ങനെ നശിക്കുന്നതായിട്ടുള്ളത് അതാണ് ഭഗവാനെ ക്ഷരം എന്ന് വിളിക്കുന്നത്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു സത്തായിരിക്കുന്നതും, അതായത് പരമാത്മാവായിരിക്കുന്നതും എന്നാൽ അസത്തായിരിക്കുന്നതും പ്രപഞ്ചമായിരിക്കുന്നതും ഭഗവാൻ തന്നെയെന്ന്. അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെ ഭൗതിക രൂപത്തിലിരിക്കുന്നതും അങ്ങനെ നശിക്കുന്നതായിട്ടുള്ളതും ഭഗവാൻ തന്നെ. അതാണ് ക്ഷരം എന്ന നാമത്തിനർത്ഥം. 481 അക്ഷരം. അക്ഷരം എന്നാൽ നാശമില്ലാത്തത്, കൂടസ്ഥ സ്വരൂപനായിരിക്കുന്നവൻ, ഒരു നാശവുമില്ലാത്ത പരമാത്മാവായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. 482 അവിജ്ഞാത എന്ന് വെച്ചാൽ രണ്ടെന്ന ഭാവമുള്ള ജീവനെയാണ് വിജ്ഞാതാവ് എന്ന് വിളിക്കുന്നത്. അതായത് വികല്പം കൊണ്ട് മൂടപ്പെട്ട ജീവനാണ് വിജ്ഞാതാവ്. എന്നാൽ അവിജ്ഞാത എന്ന് വെച്ചാൽ ആ രണ്ടെന്ന ഭാവമില്ലാത്ത, ഞാനെന്നും അതായത് നൽകുന്നവനെന്നും അനുഭവിക്കുന്നവനെന്നും രണ്ടെന്ന ഭാവമില്ലാത്ത പരമാത്മ സ്വരൂപൻ, അതാണ് അവിജ്ഞാത എന്ന നാമത്തിനർത്ഥം. 483 സഹസ്രാംശുഹു എന്നാൽ അനേകം രശ്മികളോട് കൂടിയവൻ, അനേകം കിരണങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. 484 വിധാത. വിധാത എന്നാൽ വിശേഷേണ ധരിക്കുന്നവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ സകല ഭൂതങ്ങളെയും ധരിക്കുന്നത് അനന്തനാണ്, താങ്ങി നിർത്തുന്നത്. ആ അനന്തനെയും ദിഗ്ഗജങ്ങളെയും പർവ്വതങ്ങളെയും താങ്ങി നിർത്തുന്നത് ഭഗവാനാണ്. അപ്പോൾ സകല ഭൂതങ്ങളെയും ധരിക്കുന്ന അനന്തനെയും ദിഗ്ഗജങ്ങളെയും പർവ്വതങ്ങളെയും ഒക്കെ ധരിക്കുന്നവൻ, അതാണ് വിശേഷേണ ധരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ വിധാത എന്ന് വിളിക്കുന്നു. 485 കൃതലക്ഷണഃ, അതായത് പലവിധ ലക്ഷണങ്ങളോട് കൂടിയവൻ എന്നർത്ഥം.
നമുക്കറിയാം ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ എടുത്തു നോക്കിയാലും ഓരോ അവതാരത്തിനും ഓരോ പ്രത്യേകമായ ലക്ഷണങ്ങളാണ് ഉള്ളത്. ശ്രീരാമന്റെ ലക്ഷണങ്ങൾ, ശ്രീരാമ രൂപം മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ രൂപം, ആ ലക്ഷണങ്ങളോട് കൂടിയ രൂപത്തെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ മഹാവിഷ്ണു, കൃഷ്ണൻ, അങ്ങനെ ഓരോ അവതാരങ്ങൾക്കും ഓരോരോ ലക്ഷണങ്ങളാണ്. അങ്ങനെ പലവിധ ലക്ഷണങ്ങളെ എടുത്തവൻ, അതാണ് കൃതലക്ഷണഃ എന്ന നാമത്തിനർത്ഥം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വരഃ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത് ഗുരുഃ. ഭഗവാന്റെ 486 നാമമായി പറയുന്നത് ഗഭസ്തിനേമിഹി. 487 സത്വസ്ഥഃ, 488 സിംഹഃ, 489 ഭൂതമഹേശ്വരഃ, 490 ആദിദേവഃ, 491 മഹാദേവഃ, 492 ദേവേശഃ, 493 ദേവഭൃത് ഗുരുഃ. അപ്പോൾ ഭഗവാന്റെ 486 നാമം ഗഭസ്തിനേമിഹി, അതായത് സൂര്യമണ്ഡലത്തിന്റെ നടുവിൽ ആ സൂര്യസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അതാണ് ഗഭസ്തിനേമിഹി എന്ന് ഭഗവാനെ വിളിക്കുന്നത്. ആ സൂര്യമണ്ഡലത്തെ, അതൊരു ചക്രം പോലെയാണ്, അതാണ് നേമി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ നടുവിൽ സൂര്യന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഭഗവാനാണ്. അതാണ് ഗഭസ്തിനേമിഹി എന്ന നാമത്തിനർത്ഥം. 487 സത്വസ്ഥഃ, അതായത് സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന, അതാണ് സത്വസ്ഥഃ എന്ന നാമത്തിനർത്ഥം. ത്രിഗുണങ്ങളിൽ ഭഗവാൻ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി മറ്റൊരർത്ഥം ഉണ്ട്, അത് എല്ലാ സത്വങ്ങളിലും, അതായത് എല്ലാ പ്രാണിജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ എന്നും. എല്ലാ സത്വങ്ങളിലും, അതായത് പ്രാണിജാലങ്ങളുടെ ഉള്ളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ആ അർത്ഥത്തിലും സത്വസ്ഥഃ എന്ന് വിളിക്കുന്നു. 488 സിംഹഃ, സിംഹത്തെ പോലെ പരാക്രമശാലിയായിട്ടുള്ളവൻ എന്നർത്ഥം. അല്ലെങ്കിൽ നരസിംഹ സ്വരൂപൻ എന്നും രണ്ടർത്ഥമുണ്ട്. സിംഹ എന്നാൽ സിംഹത്തെ പോലെ പരാക്രമശാലി എന്നും, അല്ലെങ്കിൽ നരസിംഹത്തിന്റെ സ്വരൂപത്തെ സ്വീകരിച്ചവൻ എന്നും രണ്ടർത്ഥത്തിലും പറയാം. 489 ഭൂതമഹേശ്വരഃ, സർവഭൂതങ്ങളുടെയും മഹാനായ ഈശ്വരനായിരിക്കുന്നവൻ, അതാണ് ഭൂതമഹേശ്വരഃ എന്ന നാമത്തിന് അർത്ഥം. 490 ആദിദേവഃ, സർവഭൂതങ്ങളെയും തന്നിലേക്ക് ആദാനം ആദാനം എന്ന് വെച്ചാൽ സ്വീകരിച്ച് ലയിപ്പിക്കുന്നവൻ, അതാണ് ആദിദേവഃ എന്ന നാമത്തിനർത്ഥം. സർവഭൂതങ്ങളെയും അവസാനം തന്നിലേക്ക് ആദാനം ചെയ്ത് എന്ന് വെച്ചാൽ സ്വീകരിച്ചിട്ട് തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ, അതാണ് ആദിദേവഃ എന്ന നാമത്തിനർത്ഥം. 491 മഹാദേവഃ എന്ന് വെച്ചാൽ സകല ഭാവങ്ങളെയും വിട്ട് മഹത്തായ ആത്മജ്ഞാനം കൊണ്ട് മഹിമാന്വിതനായ ദേവൻ, അതാണ് മഹാദേവൻ എന്ന നാമത്തിന് അർത്ഥം. മഹാദേവന് പിന്നെ മറ്റൊരു ഭാവങ്ങളുമില്ല. സകല ഭാവങ്ങളെയും വിട്ട് മഹത്തായ ആ ആത്മജ്ഞാനം കൊണ്ട് പ്രസിദ്ധനായവൻ, മഹിമാന്വിതനായ ദേവൻ, അതാണ് മഹാദേവൻ എന്ന നാമത്തിനർത്ഥം. 492 ദേവേശഃ, ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്നവൻ. 493 ദേവഭൃത് ഗുരുഃ, അതായത് ദേവന്മാരെ പരിപാലിക്കുന്നത് ഇന്ദ്രനാണ്. ആ ഇന്ദ്രനെയും ശാസിക്കുന്നവൻ, അതാണ് ദേവഭൃത് ഗുരുഃ എന്ന നാമത്തിനർത്ഥം. ദേവന്മാരെ പോലും പരിപാലിക്കുന്ന ഇന്ദ്രനെ പോലും ശാസിക്കുന്നവൻ എന്നാണ് ആ നാമത്തിന് അർത്ഥം. ഉത്തരോ ഗോപതിർ ഗോപ്ത ജ്ഞാനഗമ്യ പുരാതനഃ ശരീരഭൂതഭൃത് ഭോക്ത കബീന്ദ്രോ ഭൂരിദക്ഷിണഃ. 494 നാമം ഉത്തരഃ. 495 ഗോപതിഹി, 496 ഗോപ്ത, 497 ജ്ഞാനഗമ്യഃ, 498 പുരാതനഃ, 499 ശരീരഭൂതഭൃത്, 500 ഭോക്ത, 501 കബീന്ദ്രഃ, 502 ഭൂരിദക്ഷിണഃ.
അപ്പോൾ ഭഗവാന്റെ 494 നാമമായി പറയുന്നത് ഉത്തരഹ, അതായത് സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനായവൻ എന്നർത്ഥം. അപ്പൊ രണ്ടർത്ഥമുണ്ട് ഈ നാമത്തിന്. സംസാര ബന്ധനത്തിൽ നിന്ന് പൂർണ്ണ മുക്തനായവനാണ് ഭഗവാൻ, അതാണ് ഉത്തരഹ എന്ന് പറയുന്നത്. കൂടാതെ സർവശ്രേഷ്ഠൻ എന്നും ഉത്തരഹ എന്ന നാമത്തിന് അർത്ഥമുണ്ട്. 495 ഗോപതി, അതായത് ഗോക്കളെ പാലനം ചെയ്യുന്നവൻ, ഗോക്കളെ പരിപാലിക്കുന്നവൻ എന്നും. ഗോ എന്നാൽ ഭൂമിയെ വിളിക്കുന്നു, അപ്പോൾ ഭൂമിയുടെ നാഥൻ എന്നും രണ്ടർത്ഥത്തിൽ പറയാം. ഗോപതി ഗോക്കളെ പരിപാലിക്കുന്നവൻ എന്നും ഭൂമിയുടെ നാഥൻ എന്നും രണ്ടർത്ഥത്തിൽ നമുക്ക് ഈ നാമത്തെ പറയാം. 496 ഗോപ്ത, അതായത് സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നവൻ എന്നർത്ഥം ഗോപ്ത എന്ന നാമത്തിന്. 497 ജ്ഞാനഗമ്യഃ, അതായത് ജ്ഞാനം കൊണ്ട് മാത്രം അറിയാൻ സാധിക്കുന്നവൻ, അതാണ് ജ്ഞാനഗമ്യഃ എന്ന നാമത്തിനർത്ഥം. അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ശരിയായ പൂർണ്ണജ്ഞാനം കൊണ്ട് മാത്രം അറിയപ്പെടുന്നവനാണ് ഭഗവാൻ, അതാണ് ജ്ഞാനഗമ്യഃ എന്ന നാമത്തിനർത്ഥം. 498 പുരാതനഃ, അതായത് കാലത്താൽ അളക്കാൻ പറ്റാത്തവൻ, എല്ലാത്തിനും മുൻപ് ഉണ്ടായവൻ, അതാണ് പുരാതനഃ, പണ്ടേക്കു പണ്ടേ ഉണ്ടായവൻ, കാലം കൊണ്ട് അളക്കാൻ സാധിക്കാത്തവൻ എന്നാണ് പുരാതനഃ എന്ന നാമത്തിനർത്ഥം. 499 ശരീരഭൂതഭൃത്ത്, അതായത് ശരീരങ്ങളെ സൃഷ്ടിക്കുന്ന പഞ്ചഭൂതങ്ങളെ പ്രാണരൂപത്തിൽ ഭരിക്കുന്നവൻ, അതാണ് ശരീരഭൂതഭൃത്ത് എന്ന നാമത്തിനർത്ഥം. ശരീരത്തെ സൃഷ്ടിക്കുന്നത് പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളെ പോലും ഭരിക്കുന്നത്, പ്രാണന്റെ രൂപത്തിൽ പഞ്ചഭൂതങ്ങളെ പോലും ഭരിക്കുന്നവൻ എന്നർത്ഥം. 500ാമത്തെ നാമമായി പറയുന്നത് ഭോക്ത, അതായത് ഭോക്ത എന്നാൽ പരമാനന്ദത്തെ അനുഭവിക്കുന്നവൻ എന്നർത്ഥം. ശരീരരൂപത്തിൽ ഇരുന്ന് ആ എല്ലാ ആനന്ദങ്ങളെയും പരമാനന്ദത്തെയും അനുഭവിക്കുന്നത് ഭഗവാനാണ്, അതാണ് ഭോക്ത എന്ന നാമത്തിനർത്ഥം. കബീന്ദ്രഹ, കബീന്ദ്രൻ എന്നാൽ കബി എന്നാൽ വരാഹരൂപി, അപ്പൊ കബീന്ദ്രൻ എന്നാൽ വരാഹം എന്നും അർത്ഥമുണ്ട്. കവികളുടെ സ്വാമിയായ ശ്രീരാമസ്വരൂപൻ എന്നും അർത്ഥമുണ്ട്. അപ്പൊ കബി എന്നാൽ വരാഹരൂപമാണ്, അപ്പൊ വരാഹം ഭഗവാന്റെ വരാഹരൂപമാണ്, അതുകൊണ്ട് കബീന്ദ്ര എന്ന നാമത്തിന് വരാഹരൂപി എന്നും അർത്ഥമുണ്ട്. പിന്നെ കവികളുടെ, അതായത് വാനരന്മാരുടെ സ്വാമി ആരാ? ശ്രീരാമസ്വാമി, അപ്പൊ ശ്രീരാമസ്വാമി എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട്. 502 ഭൂരിദക്ഷിണഃ, അതായത് വളരെയധികം ധർമ്മ മര്യാദയെ കാണിച്ചുകൊണ്ട് യജ്ഞത്തെ അനുഷ്ഠിക്കുന്നവർക്ക് അസംഖ്യം ദക്ഷിണ കൊടുക്കുന്നവൻ, അതാണ് ഭൂരിദക്ഷിണഃ എന്ന നാമത്തിനർത്ഥം. അതായത് എല്ലാ വിധത്തിലുള്ള ആ ധാർമ്മിക മൂല്യങ്ങളെയും മര്യാദകളെയും കാണിച്ചുകൊണ്ട് യജ്ഞത്തെ അനുഷ്ഠിക്കുന്ന ഒരുവനെ ഭഗവാൻ ധാരാളം അസംഖ്യം ദക്ഷിണ കൊടുക്കുന്നു. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. അവരുടെ ആ ധാർമ്മിക മര്യാദകൾ കൊണ്ട് അവർ ആ യജ്ഞത്തെ അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അവർക്ക് ദക്ഷിണ കൊടുക്കണം, ബഹുമാനിക്കണം, ആദരവ് കാണിക്കണമെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്നതിനായി ഭഗവാൻ അവർക്ക് അസംഖ്യം ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെ മര്യാദകളെ പാലിക്കുന്നവർക്ക് അസംഖ്യം ദക്ഷിണ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭൂരിദക്ഷിണഃ എന്ന നാമത്തിന് ഭഗവാനെ അറിയപ്പെടുന്നു. സോമഭോ അമൃതഭഃ സോമഃ പുരുജിത് പുരുസത്തമഃ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സത്വതാം പതിഃ. 503ാമത്തെ നാമം സോമഭഃ. 504 അമൃതഭഃ. 505 സോമഃ. 506 പുരുജിത്ത്. 507 പുരുസത്തമഃ. 508 വിനയഃ. 509 ജയഃ. 510 സത്യസന്ധഃ. 511 ദാശാർഹഃ. 512 സാത്വതാം പതിഃ.
ഭഗവാന്റെ 503 നാമം സോമപഹ, അതായത് എല്ലാ യാഗങ്ങളിലും അർപ്പിക്കപ്പെടുന്ന സോമരസത്തെ പാനം ചെയ്യാനായി വരുന്ന ദേവതയായി വരുന്നത് ഭഗവാനാണ്. സോമപ എന്നാൽ സോമരസത്തെ പാനം ചെയ്യുന്നവൻ എന്നർത്ഥം. സോമരസത്തെ പാനം ചെയ്യുക ആരാ? ദേവന്മാരാണ്. അപ്പൊ ദേവന്മാർക്കായി അർപ്പിക്കുന്ന ആ യജ്ഞത്തിലേക്ക് അർപ്പിക്കുന്ന സോമരസത്തെ പാനം ചെയ്യാനായി വരുന്ന ദേവൻ ഭഗവാനാണ്. അതാണ് ഭഗവാനെ സോമപഹ എന്ന നാമം കൊണ്ട് വിളിക്കുന്നത്. 504 അമൃതപഹ, അതായത് പരമാനന്ദമാകുന്ന അമൃതത്തെ പാനം ചെയ്യുന്നവൻ എന്ന്. അതായത് ഭഗവാൻ എപ്പോഴും പരമാനന്ദമാകുന്ന അമൃതമാണ്. അപ്പൊ പരമാനന്ദമാകുന്ന അമൃതത്തെ പാനം ചെയ്തവൻ എന്നർത്ഥമുണ്ട്. കൂടാതെ ആ അമൃതത്തെ ദേവന്മാരെ കൊണ്ട് പാനം ചെയ്യിക്കുകയും പിന്നീട് സ്വയം പാനം ചെയ്യുകയും ചെയ്തവൻ എന്നർത്ഥമുണ്ട്. അപ്പൊ പാലാഴി മദന സമയത്ത് പൊന്തി വന്ന അമൃതത്തെ ദേവന്മാരെ കൊണ്ട് പാനം ചെയ്യിക്കുകയും ചെയ്തു. ഒപ്പം ഭഗവാനും അല്പം പാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ അമൃതപഹ എന്നും, എന്നാൽ പരമാനന്ദമാകുന്ന അമൃതം ഭഗവാൻ തന്നെയാണ്. ആ അർത്ഥത്തിലും ഭഗവാനെ അമൃതപഹ എന്ന് വിളിക്കുന്നു. 505 സോമപഹ, അതായത് ചന്ദ്രസ്വരൂപൻ എന്നാണ് ഈ നാമത്തിന് അർത്ഥം. സോമൻ, ചന്ദ്രസ്വരൂപൻ. അതുകൂടാതെ സ ഉമ എന്നും നമുക്ക് വിളിക്കാം. അപ്പോ സ ഉമ എന്ന് വെച്ചാൽ ഉമയോടുകൂടിയ പരമശിവന്റെ സ്വരൂപത്തിലിരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെ. ആ അർത്ഥത്തിലും ഇവിടെ നമുക്ക് കാണാം. സോമ എന്ന് വെച്ചാൽ ചന്ദ്രന്റെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതും ഭഗവാൻ തന്നെ. പിന്നെ സ ഉമ എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഉമയോടുകൂടിയ പരമശിവന്റെ സ്വരൂപത്തിലിരിക്കുന്നതും ഒരേ ഭഗവാൻ തന്നെ. രണ്ടർത്ഥത്തിലും കാണാം. 506 പുരുജിത്ത്. പുരുജിത്ത് എന്നാൽ അനേകം ശത്രുക്കളെ ജയിച്ചവൻ എന്നർത്ഥം. 507 നാമം പുരുസത്തമഹ, അതായത് പുരു എന്നാൽ വിശ്വത്തിന്റെ സ്വരൂപം, സത്തമൻ എന്നാൽ ഉത്കൃഷ്ടം. അപ്പൊ ഉത്കൃഷ്ടമായ വിശ്വസ്വരൂപനായിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് പുരുസത്തമഹ എന്ന നാമത്തിന് അർത്ഥം. 508 വിനയഹ, അതായത് ദുഷ്ടന്മാർക്ക്, അധർമ്മികൾക്ക് വിനയത്തെ, അതായത് ശിക്ഷയെ, ദണ്ഡത്തെ നൽകുന്നവൻ. അതാണ് വിനയഹ എന്ന നാമത്തിനർത്ഥം. ദുഷ്ടന്മാർക്ക് ശിക്ഷ നൽകുന്നവൻ എന്നർത്ഥം. 509 ജയഹ, സകല ഭൂതജാലങ്ങളെയും ജയിക്കുന്നവൻ എന്നാണ് ജയഹ എന്ന നാമത്തിന് അർത്ഥം. 510 നാമം സത്യസന്ധഹ, അതായത് സത്യം സന്ധ, സത്യമായ സങ്കല്പത്തോടു കൂടിയവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാന്റെ സങ്കല്പം എന്താണോ അതാണ് യാഥാർത്ഥ്യമാകുന്നത്, അതാണ് ഇവിടെ നടക്കുന്നത്, അത് മാത്രമേ നടക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പൊ സത്യമായ സങ്കല്പത്തോടു കൂടിയവൻ. 511 ദാശാർഹ, ദാശത്തെ അഥവാ ദാനത്തെ അർഹിക്കുന്നവൻ, അതാണ് ദാശാർഹ എന്ന നാമത്തിനർത്ഥം. ഇനി ഇത് കൂടാതെ മറ്റൊരു നാമം ഉള്ളത് യദുവംശത്തിലെ ദാശാർഹന്റെ വംശത്തിൽ ജനിച്ചവൻ, അതായത് ശ്രീകൃഷ്ണനായി ജനിച്ചവൻ എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അപ്പൊ ഭഗവാനാണ് ദാനത്തെ അർഹിക്കുന്നത്. അപ്പൊ ദാശത്തെ അഥവാ ദാനത്തെ അർഹിക്കുന്നവൻ എന്നും, യദുവംശത്തിലെ ദാശാർഹന്റെ വംശത്തിൽ, യദുവംശമാകുന്ന ദാശാർഹന്റെ വംശത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചവൻ എന്നും ദാശാർഹ എന്ന നാമത്തിന് അർത്ഥമുണ്ട്. 512 സാത്വതാം പതിഹി, അതായത് സാത്വത വംശത്തിൽ പിറന്ന യാദവന്മാരുടെ പതി, അതാണ് സാത്വതാം പതി എന്ന് പറയുന്നത്. അപ്പൊ സാത്വത വംശത്തിൽ പിറന്ന യാദവന്മാരുടെ പതിയായ ഭഗവാൻ, അതാണ് സാത്വതാം പതി എന്ന നാമത്തിന് അർത്ഥം. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ അമിത വിക്രമഃ അംഭോ നിതിരനന്ദാത്മാ മഹോദതിശയോ അന്തകഃ. ഭഗവാന്റെ 513 നാമം ജീവഹ. 514 വിനയിതാ സാക്ഷി. 515 മുകുന്ദഃ. 516 അമിത വിക്രമഃ. 517 അംബോനിധിഃ. 518 അനന്താത്മാ. 519 മഹോദതിശയഃ. 520 അന്തകഃ.
ഭഗവാന്റെ 513 നാമം ജീവഹ, അതായത് ക്ഷേത്രജ്ഞന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ജീവാത്മാവിന്റെ രൂപത്തിൽ എല്ലാ പ്രാണികളുടെയും ശരീരത്തിൽ വർത്തിക്കുന്നവൻ. അതാണ് ജീവഹ എന്ന നാമത്തിന് അർത്ഥം. ജീവാത്മാവിന്റെ രൂപത്തിൽ എല്ലാ പ്രാണികളുടെയും ശരീരത്തിൽ വർത്തിക്കുന്നവൻ. 514 വിനയിതാ സാക്ഷി, അതായത് ഭക്തന്റെ ആ വിനയിത്വത്തെ സാക്ഷാത്കരിച്ചവൻ എന്നർത്ഥം. അതായത് ഭക്തന്റെ വിനയമാകുന്ന ആ ഭാവത്തെ സാക്ഷാത്കരിച്ചവൻ എന്ന് വെച്ചാൽ ശരിയായി അറിയുന്നവൻ എന്നർത്ഥം. അതായത് ഒരു കപടഭക്തി കാണിച്ചാൽ ഭഗവാൻ അത് അറിയാം, കപടമായ വിനയം കാണിച്ചാലും ഭഗവാൻ അറിയാൻ സാധിക്കും. കാരണം ആ ഭക്തന്റെ മനസ്സിലെ ആ വിനയമാകുന്ന ഭാവത്തെ ശരിക്കും അറിയുന്നവൻ, ദർശിക്കുന്നവൻ, അതാണ് സാക്ഷാത്കരിച്ചവൻ എന്ന് പറയുന്നത്. അതാണ് ഭഗവാനെ വിനയിതാ സാക്ഷി എന്ന് വിളിക്കുന്നത്. 515 നാമം മുകുന്ദഹ, അതായത് മുക്തിയെ അല്ലെങ്കിൽ മോക്ഷത്തെ കൊടുക്കുന്നവൻ. 516 അമിത വിക്രമഹ, അതായത് അമിതങ്ങളായ അളക്കാൻ പറ്റാത്ത വിക്രമം എന്ന് വെച്ചാൽ പദവിന്യാസം, പാദത്തിന്റെ കാൽവെപ്പ്, പാദവിന്യാസം ചെയ്തവൻ എന്നർത്ഥം. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ഭഗവാന്റെ വാമനാവതാരത്തെ കുറിച്ച്, അല്ലെ? ഒരിക്കലും നമുക്കൊന്നും അളക്കാൻ പറ്റാത്ത അമിതമായ പാദവിന്യാസങ്ങൾ ചെയ്തവൻ, അതാണ് അമിത വിക്രമഹ എന്ന് പറയുന്നത്. കൂടാതെ അതുല്യമായ പരാക്രമത്തോടു കൂടിയവനെന്നും നമുക്ക് അർത്ഥമെടുക്കാം. 517 അംബോനിധിഹി, അംബസുകൾ എന്നാൽ ദേവന്മാർ, ദേവന്മാർക്ക് ഇരിപ്പിടമായവൻ, അതായത് ആശ്രയമായിരിക്കുന്നവൻ, അതാണ് അംബോനിധിഹി എന്ന നാമത്തിനർത്ഥം. കൂടാതെ അംബോനിധി എന്നാൽ സമുദ്ര സ്വരൂപൻ എന്നും അർത്ഥമെടുക്കാം. അപ്പൊ അംബസുകൾ എന്നാൽ ദേവന്മാർ, അംബോനിധി എന്നാൽ ദേവന്മാർക്ക് ആശ്രയമായിരിക്കുന്നവനെന്നും, അംബോനിധി എന്ന നാമത്തിന് സമുദ്ര സ്വരൂപൻ, അതായത് സമുദ്രത്തിന്റെ രൂപത്തോടു കൂടിയവൻ എന്നും അർത്ഥമെടുക്കാം. 518 അനന്താത്മാ, അതായത് ദേശകാല വസ്തുക്കളെ കൊണ്ടൊന്നും മുറിക്കാൻ കഴിയാത്തവൻ, അതാണ് അനന്തമായ ആത്മാവ്, അനന്താത്മാ എന്ന് പറയുന്നത്. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുക്കളെ കൊണ്ടൊന്നും ആ ഭഗവാനിൽ ഒരു മാറ്റവും ഏൽപ്പിക്കാൻ സാധിക്കില്ല. അതാണ് മുറിക്കാൻ കഴിയാത്തവൻ, അനന്താത്മാ എന്ന നാമത്തിനർത്ഥം. 519 മഹോദതിശയഃ, മഹാ ഉദതിശയഃ എന്ന് വായിക്കാം. അതിന്റെ അർത്ഥം പ്രളയകാലത്തിൽ ഈ ജഗത്ത് മുഴുവനും ഒരു മഹാസാഗരം, മഹത്തായ സമുദ്രമാക്കി അതിൽ ശയിക്കുന്നവൻ, അതാണ് മഹോദതിശയ എന്ന് പറയുന്നത്. മഹത്തായ ഒരേ ഒരു സാഗരത്തിൽ ശയിക്കുന്നവൻ. പ്രളയകാലത്ത് ഈ ജഗത്ത് മുഴുവനും ഒന്നാക്കി അതേ ഒരു മഹത്തായ സമുദ്രമാക്കി ഭഗവാൻ അതിലാണ് ശയിക്കുന്നത്. അതാണ് മഹോദതിശയ എന്ന നാമത്തിന് അർത്ഥം. 520 നാമം അന്തകഃ, സകല ഭൂതങ്ങളുടെയും സംഹാരത്തെ ചെയ്യുന്നവൻ, ആ പ്രളയകാലത്ത് സകലതിന്റെയും സംഹാരത്തെ ചെയ്യുന്നവൻ, അതാണ് അന്തകഃ എന്ന നാമത്തിന് അർത്ഥം.